അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഷാബാൻ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മാസമാണ് ഈ ഷാബാൻ മാസം എന്ന്. കാരണം അത്രയ്ക്ക് പുണ്യമേറിയ ഒരു മാസമാണ് ഈ ഷാബാൻ മാസം. ഈ മാസത്തിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു തആല ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ നമുക്കത് തന്നിരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണിത്. അത് മാത്രമല്ല, സ്വലാത്തുകളുടെ മാസം കൂടിയാണ് ഷഅബാൻ മാസം. ഈ ഒരു മാസത്തിൽ നമ്മൾക്ക് നമ്മളെ കൊണ്ട് എത്രയൊക്കെ ചെല്ലാൻ കഴിയുമോ അത്രയും സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. ഖുർആൻ ഖുർആൻ എത്രയൊക്കെ നമുക്ക് എത്ര ഖത്തം ഓതി തീർക്കാൻ പറ്റുമോ, എന്തൊക്കെ പറ്റുമോ അത് ചെയ്യുക. അത് മാത്രമല്ല, സുന്നത്ത് നോമ്പുകളൊക്കെ പിടിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ സുന്നത്ത് നോമ്പുകളൊക്കെ പിടിക്കുക. അത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തെ എല്ലാ തെറ്റുകളിൽ നിന്നും വിട്ടു നിൽക്കുക, തെറ്റുകളിലേക്ക് പോകാതിരിക്കുക. നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കിയിട്ട് റമളാനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട് ഇല്ലേ? ഗൾഫിൽ പോകണം, ഭർത്താവിൻ്റെ അടുത്ത് പോകണം, കുട്ടികൾ ഉണ്ടാകണം, വീട് പണി തുടങ്ങണം, വീട് വാങ്ങണം, മക്കളുടെ വിദ്യാഭ്യാസം നോക്കണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണുള്ളതില്ലേ? ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ അത് സാധിച്ചു കിട്ടുന്നതാണ്. നിങ്ങൾ ഉറച്ച ഒരു തീരുമാനമെടുക്കും, ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് എൻ്റെ അല്ലാഹു സുബ്ഹാനഹു തആല നടത്തിത്തരും ഇൻഷാ അല്ലാഹ് എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കത് തന്നിരിക്കും. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുകയാണെങ്കിലും ഇപ്പം നമുക്ക് ഒരു ആഗ്രഹമുണ്ട്, അതിനെ നിലത്ത് വെച്ചു നമ്മൾ ചെല്ലാൻ തുടങ്ങി. അതിനു മുന്നേ നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കാൻ, ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും മനസ്സിലെ അസൂയയും കുശുമ്പും കൊണ്ട് വെച്ച് നടന്നിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ ഒരു ആഗ്രഹം സാധിച്ചു തരികയുമില്ല. നമ്മളെ അള്ളാഹുവിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയുമില്ല, നമ്മളെ എടുക്കളയും. അതുകൊണ്ട് നമ്മൾ സ്വയം നന്നാവണം ആദ്യം. അത് നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കണം, നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കണം. എന്നിട്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിച്ചു നോക്കൂ, വളരെ പെട്ടെന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിനുള്ള ഉത്തരം തന്നിരിക്കും. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന്. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വിഷമിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ നമ്മുടെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആല നോക്കുകയില്ല. മറ്റുള്ളവരുടെ അസൂയ കുശുമ്പുകളെ ഒക്കെ പറഞ്ഞു നടക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും മനസ്സിൽ ഉറപ്പിച്ചോളൂ, നിന്നെ അള്ളാഹു തിരിഞ്ഞു പോലും നോക്കുകയില്ല. പിന്നീട് നമസ്കരിക്കാത്തവര്, എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ മാത്രം അള്ളാഹുവിനെ തേടിപ്പോകുന്നവർ, അല്ലാത്ത സമയങ്ങളിൽ അള്ളാഹുവിനെ നമസ്കാരം പോലും നോക്കാതെ നടക്കുന്നവര്, ഈ സമയത്ത് നമസ്കരിക്കാത്തവര്, ഖുർആൻ ഓതാത്തവര്, നോമ്പെടുക്കാത്തവര്, ഇവരുടെ ഒന്നും ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പരിഗണിക്കുകയില്ല, നടത്തി തരികയുമില്ല. എന്നിട്ട് പറയും, ചില കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് കമന്റ് ഇടുന്നവരുണ്ട്, ഞാൻ ഇതൊക്കെ ചെല്ലുന്നുണ്ട്, പക്ഷെ എൻ്റെ ആഗ്രഹം എന്താ നടത്തി തരാത്തെ? നിന്റെ മനസ്സ് ശരിയല്ല, അല്ലെങ്കിൽ നീ നിന്റെ മാതാവിനെ വിഷമിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നീ മറ്റുള്ളവരുടെ കുശുമ്പും അസൂയയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്, നിനക്ക് മറ്റുള്ളവരോട് കുശുമ്പാണ്, അതൊക്കെ കൊണ്ടാകാം. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ തൗബ ചെയ്യുക. അറിഞ്ഞോ അറിയാതെയോ പോയ തെറ്റുകൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് നിന്റെ ആ ആഗ്രഹം സാധിച്ചു കിട്ടും. എന്താണ് ചെല്ലേണ്ടത് എന്ന് വെച്ചാൽ 4444 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് നിയത്ത് വെച്ച് ചൊല്ലുക. നിന്റെ ആഗ്രഹം മുൻനിർത്തി നിയത്ത് വെച്ച് ചൊല്ലുക. നാരിയത്ത് സ്വലാത്തിന്റെ ബർക്കത്തും അതിൻ്റെ പ്രത്യേകതകളും ഞാൻ ഇനി എടുത്തു പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഗുണങ്ങൾ. അങ്ങനെ നാരിയത്ത് സ്വലാത്ത് 4444 പ്രാവശ്യം നിയത്ത് വെച്ച് ചൊല്ലുക. എന്നിട്ട് നിന്റെ കാര്യം അള്ളാഹുവിനോട് പറയുക. ഇൻഷാ അല്ലാഹ് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ പെട്ടെന്ന് തന്നെ അത് സാധിച്ചു തരും. പിന്നീട് ഹൈറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക.
4444 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുക. എൻ്റെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹു നടത്തി തരുന്നതാണ് ഇൻഷാ അള്ളാ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.